ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ നമ്മൾ യൂട്യൂബ് ചാനലെല്ലാം സ്റ്റാർട്ട് ചെയ്തവർക്ക്, അതുപോലെ നിലവിൽ യൂട്യൂബ് ചാനലെല്ലാം ഉള്ളവർക്ക്, ഇനി നല്ല രീതിയിൽ നല്ല ഗ്രോത്ത് എല്ലാം നേടിയ യൂട്യൂബ് ചാനലുകൾക്ക് അവർക്കുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതായത് അവർക്കെല്ലാം തന്നെ പോളിസിയിൽ എന്തെങ്കിലും ചേഞ്ചസ് എല്ലാം വരുമ്പോൾ, അതുപോലെ നമ്മുടെ പുതിയ അപ്ഡേറ്റ്സ് എല്ലാം വരുമ്പോൾ, ഇത്തരത്തിൽ യൂട്യൂബ് റിലേറ്റഡ് ആയ എല്ലാ കാര്യവും നമ്മുടെ ചാനലിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അതിനാൽ തന്നെ ഇത്തരത്തിൽ യൂട്യൂബ് ചാനലെല്ലാമുള്ള എല്ലാ ക്രിയേറ്റേഴ്സിനും ഏറെ ഗുണം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇത്തരത്തിൽ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചിരുന്നു. അതായത് അവരുടെ ആഡ്സെൻസിൽ അവർക്ക് ഇത്തരത്തിലൊരു മെസ്സേജ് എല്ലാം വരുന്നു: ആഡ്സെൻസ് ചേഞ്ചസ് ആർ നോട്ട് അലൗഡ്, യു നീഡ് ടു വെയിറ്റ് 32 ഡേയ്സ് ബിറ്റ്വീൻ ആഡ്സെൻസ് ചേഞ്ചസ് എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു മെസ്സേജ് എല്ലാം വരുന്നത്? ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇതിനായി ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഈ ഒരു ഹോം പേജിൽ പോയതിനു ശേഷം YT സ്റ്റുഡിയോയിൽ ഏൺ എന്നതിൽ പോകുമ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാം ഓപ്ഷൻസ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഈ ഒരു ഓപ്ഷനിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് നമ്മുടെ അസോസിയേഷൻ ഇത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മൾ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ ഏത് ആഡ്സെൻസ് ആണ് ലിങ്ക് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് ചേഞ്ച് ചെയ്ത് പുതിയ ഒരു ആഡ്സെൻസ് എല്ലാം അവിടെ സെറ്റ് ചെയ്യാം. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരാളുടെ പേരിൽ ഒരു ആഡ്സെൻസ് അക്കൗണ്ട് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പാടൂ. അല്ലാതെ നമ്മൾ മൾട്ടിപ്പിൾ അക്കൗണ്ട് എല്ലാം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ ഒരുപാട് കോംപ്ലിക്കേഷൻ എല്ലാം വരും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നത്? ചില പ്രത്യേക റീസണിൽ നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ആഡ്സെൻസ് അക്കൗണ്ട് ഇതെല്ലാം ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരാം. ഉദാഹരണമായി നിങ്ങളിപ്പോൾ മൈനർ എല്ലാം ആണെങ്കിൽ ആദ്യം നിങ്ങളുടെ ഈ ഒരു ആഡ്സെൻസ്, അതായത് നിങ്ങൾക്ക് വയസ്സ് തികയാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ ചാനലിൻ്റെ ആഡ്സെൻസ് അക്കൗണ്ട് ഇത് നിങ്ങളുടെ പാരൻസിൻ്റെ പേരിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സിബ്ലിങ്സിൻ്റെ പേരിലെല്ലാം ആയിരിക്കും നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ആദ്യം ഇത് സെറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് 18 ഇയേഴ്സ് ആയി നിങ്ങൾക്ക് വേണ്ട ID ഡോക്യുമെൻ്റ് എല്ലാം നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ആഡ്സെൻസിലേക്ക് നിങ്ങളുടെ ഈ ഒരു ചാനലിനെ ഇതിനെ ലിങ്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ലിങ്ക് ചെയ്യണമെങ്കിലെല്ലാം ഇത്തരത്തിൽ നമുക്കിവിടെ ചേഞ്ച് എന്ന ഓപ്ഷൻ യൂസ് ചെയ്താണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഏതൊരു യൂട്യൂബറും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമുക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യേണ്ടി വരും. എന്നാൽ ഒരുപാട് ചാനലുകൾക്ക് അവർ ഇതുപോലെ അവരുടെ ചാനലിൽ ഒരു ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്താൽ പിന്നീട് അത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. എന്നാൽ കുറച്ച് ചാനലുകൾക്കെല്ലാം ഇത്തരത്തിൽ ഈ ഒരു ഓപ്ഷൻ്റെ ആവശ്യം വരാറുണ്ട്. അത് പലവിധ റീസൺ കാരണമെല്ലാം ഇത്തരത്തിൽ വരാം. അപ്പോൾ അതിനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ ചേഞ്ച് എന്ന് വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ നിങ്ങൾ ഇവിടെ ചേഞ്ച് എന്നതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന 2 ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് മറ്റൊരു ആഡ്സെൻസ്, അതായത് എക്സിസ്റ്റിംഗ് ആയ മറ്റൊരു ആഡ്സെൻസുമായി ഈ ഒരു ചാനൽ ഇത് ലിങ്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ക്രിയേറ്റ് ന്യൂ എന്നൊരു ഓപ്ഷൻ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് പുതിയ ഒരു ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ഈ ഒരു ചാനൽ ഇത് നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാം. അപ്പോൾ ക്രിയേറ്റ് ന്യൂ എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ആഡ്സെൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾ പിന്നീട് നിങ്ങളുടെ പേരിൽ തന്നെ പിന്നെ ഒരു ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. പുതുതായി ഒരാൾക്ക് അവർക്ക് ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ഐഡിയിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ ഒരു ചാനൽ ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ക്രിയേറ്റ് ന്യൂ എന്ന ഓപ്ഷൻ അപ്പോൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓപ്ഷൻ എല്ലാം ലഭിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ചേഞ്ച് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ പുതിയ ആഡ്സെൻസിലേക്ക് നമ്മൾ ഇത് ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുകയാണ് എന്ന് കരുതുക. ഇത്തരത്തിൽ നിങ്ങൾ ഒരു വട്ടം ചേഞ്ചസ് എല്ലാം വരുത്തിയെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അതിലെന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ അപ്പോഴാണ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു എറർ മെസ്സേജ് എല്ലാം ലഭിക്കുന്നത്. അതായത് 32 ഡേയ്സ് വെയിറ്റ് ചെയ്താൽ മാത്രമാണ് ഇനി നമുക്ക് ഈ ആഡ്സെൻസ് ചേഞ്ചസ് ഇതിൽ നമുക്ക് എന്തെങ്കിലും മാറ്റം എല്ലാം ആഡ്സെൻസിൽ ചെയ്യാൻ സാധിക്കുമെന്ന്. അപ്പോൾ ഇത്തരത്തിലൊരു മെസ്സേജ് വരുന്നത് ഇതുകൊണ്ടാണ്. ഒരിക്കൽ നമ്മൾ ഇത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഇത്തരത്തിൽ 32 ദിവസം വെയിറ്റ് ചെയ്യേണ്ടതായി വരും.
അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ നിങ്ങളുടെ ആഡ്സെൻസ് അക്കൗണ്ട് ചേഞ്ച് എല്ലാം കൊടുക്കുകയാണെങ്കിൽ ഒരു തവണ കൊടുത്താൽ 32 ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് പിന്നീട് ഇത്തരത്തിൽ വേണമെങ്കിൽ ഒരു ചേഞ്ചസ് എല്ലാം കൊടുക്കാൻ സാധിക്കുക. അതിനു മുന്നേ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ ചേഞ്ചസ് ഒന്നും കൊടുക്കാൻ സാധിക്കില്ല എന്ന ഒരു എറർ മെസ്സേജ് എല്ലാമാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ആഡ്സെൻസ് അക്കൗണ്ട് ഈ ഇൻഫർമേഷൻ ഇത്തരത്തിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പോളിസിയിൽ പറയുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. യൂട്യൂബ് റിലേറ്റഡ് ആയ നല്ല നല്ല കാര്യങ്ങൾ, അതുപോലെ പുതിയ അപ്ഡേറ്റ്സ്, പോളിസി ചേഞ്ചസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നതിന്, അതുപോലെ നിങ്ങളുടെ ചാനൽ ഗ്രോത്തിന് വേണ്ട ടിപ്സ് എല്ലാം നമുക്ക് പുതിയ അപ്ഡേറ്റ്സ് എല്ലാം വരുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്